ഹലോ. നമ്മൾ ബേഡ്സിന് കംപ്ലീറ്റ് ഇപ്പോൾ മെയില് ഫീമെയിൽ അതുപോലെ ചിക്സ് അങ്ങനെ 3 കോളനികളിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി ഇട്ടതാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഹൈടെക്ക്, നിമോസിഡ്, പിന്നെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയപ്പോൾ വേർമക്സ്, അതുപോലെ മെഡിവോം, അങ്ങനെ കുറച്ച് ടാബ്ലറ്റ് ഒക്കെ ആയിരുന്നു പിന്നെ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ കോളനിയിലും കൂടെ ആയപ്പോൾ ഇവരെ മുകളിൽ നിന്ന് പിടിക്കുക പറഞ്ഞാൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഡിവോം ചെയ്യുന്ന മെഡിസിന്. അപ്പോൾ ഡിവോം ചെയ്യാനുള്ള മെഡിസിനാണ് കേട്ടോ ഇത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ യൂസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഡിവോമർ. മോക്സിവെറ്റാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മളൊരു 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഡയല്യൂട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. 24 hours മാത്രമേ നമ്മൾ കേജിൽ വെക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ സമയം വെക്കാൻ പാടില്ല എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫെദേഴ്സ് വരാത്ത ചെറിയ ചിക്സ് ഉണ്ടല്ലോ, അവർക്കും എഗ് ചെയ്ത് കിടക്കുന്നവർക്കും ഒക്കെ ഇത് കൊടുക്കാൻ പാടില്ല കേട്ടോ. പൊതുവെ ഡിവോമിങ് പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഈ ഡിവോമിങ് നമ്മൾ ഡിലേ ആക്കുമ്പോൾ ബേഡ്സിന് വെയിറ്റ് ലോസ് വരാം. അതുപോലെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ നല്ല രീതിയിൽ കുറയും. അതുപോലെ ബ്രീഡിങ്ങിലുള്ള പേഴ്സൊക്കെ ആണെങ്കിൽ അവർ എഗ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരും. അപ്പോൾ എല്ലാ 3 month കൂടുമ്പോഴും 3 to 6 month കൂടുമ്പോഴെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രോപ്പർലി നമ്മൾ ഡിവോം ചെയ്തിട്ട് പോകണം കേട്ടോ. ഇയാൾ ഭയങ്കര ടേംഡാണ്. ഞങ്ങളുടെ കേസിൽ ഞാൻ പേഴ്സണലി അത്രയും എല്ലാ പേഴ്സണായിട്ടും അറ്റാച്ച്ഡ് ആണ്. പക്ഷേ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഇതാ ഇയാളോട് കേട്ടോ.